ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് GD കോൺസ്റ്റബിളിൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ GK ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 20 ചോദ്യങ്ങളുണ്ട്, നമുക്ക് 10 മിനിറ്റുള്ളിൽ നോക്കി തീർക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഈസ് ദി അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് റെക്കഗ്നൈസ്ഡ്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ എന്നാണ് ഏത് ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 19, 18, 17, 20. അപ്പോൾ നമുക്കറിയാം അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18 ആണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് വരുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, സെക്കൻഡ് വൺ, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഡ്യൂറിങ് 10th 5-year പ്ലാൻ ഓഫ് ഇന്ത്യ. 10th 5-year പ്ലാൻ ഓഫ് ഇന്ത്യയിലെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 6.2, 7.6, 5%, 7%. 7.6% ആണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഡ്യൂറിങ് 10th 5-year പ്ലാൻ. അടുത്തത്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫ്ലാഗ്ഡ് ഓഫ് ദി ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓൺ വിച്ച് റൂട്ട് ഇൻ സൗത്ത് ഇന്ത്യ? സോ ഫസ്റ്റ് വന്ദേ ഭാരത് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഫ്ലാഗ് ഓഫ് ചെയ്തത് മൈസൂർ ചെന്നൈ റൂട്ടിലാണ് ഫസ്റ്റ് വന്ദേ ഭാരത് വന്നത്. നെക്സ്റ്റ് വൺ, ഹു എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കഥക് ഡാൻസർ? കഥക് ഡാൻസർ അല്ലാത്തത് ആരാന്നാണ്? സിത്താര ദേവി കഥക് ഡാൻസറാണ്, ശംഭു മഹാരാജ് കഥക് ഡാൻസറാണ്, ഗോപി കൃഷ്ണയും കഥക് ഡാൻസറാണ്, ആനന്ദ് ശങ്കർ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മ്യൂസീഷ്യനാണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ആനന്ദ് ശങ്കർ. അടുത്തത്, വിച്ച് ഇസ് ദ ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആസ് പെർ സെൻസസ് 2011? സെൻസസ് നമ്മൾ തുടർച്ചയായിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്, അപ്പം ഇവിടെയും സെൻസസ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഗോവ, മിസോറാം, സിക്കിം, പഞ്ചാബ്. ഏതാണ് ആൻസർ വരുന്നത്? സിക്കിമാണ് ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ലോഞ്ച്ഡ് ദി ജൽ ശക്തി അഭിയാൻ ഡാഷ് ക്യാമ്പയിൻ ഓൺ വേൾഡ് വാട്ടർ ഡേ 2021. ഫിൽ ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. സോ ജൽ ശക്തി അഭിയാൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതെന്താണ്? കാസ്റ്റ് ദ റെയിൻ, കോൾ ദ റെയിൻ, ക്യാച്ച് ദ റെയിൻ, കൺസേർവ് ദ റെയിൻ. എന്താ വരുന്നത്? ക്യാച്ച് ദ റെയിൻ. സോ ജൽ ശക്തി അഭിയാൻ എന്ന് പറയുന്നത് ക്യാച്ച് ദ റെയിൻ ആണ്. Now next one, which of the following books was written by ദയാനന്ദ സരസ്വതി? സോ ദയാനന്ദ സരസ്വതിയുടെ ബുക്സാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രേബേർഡ്സ്, സത്യർത്ഥ് പ്രകാശ്, ഗീതാഞ്ജലി, കാബൂളിവാല. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? സത്യർത്ഥ് പ്രകാശ് ആണ് റിട്ടൺ ബൈ ദയാനന്ദ സരസ്വതി. ശ്രദ്ധിക്കുക, ഈ സ്ട്രേബേർഡ്സ് അതേപോലെ ഗീതാഞ്ജലി, കാബൂളിവാല എല്ലാം എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. Next, the total number of sports in the 36th edition of the National Games 2022 of India were? So the number of events, 36 നാഷണൽ ഗെയിംസിൻ്റെ നമ്പർ ഓഫ് സ്പോർട്സ് അല്ലെങ്കിൽ ഈവൻറ്റ്സ് എത്രയായിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്. ഇത് തന്നെയാണ് 36 തന്നെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ 36 ഓപ്ഷൻസ് നോക്കി, 40, 50, 36, 44. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എത്രയാണ്? 36 ആണ്. സോ 36 ഈവൻറ്റ്സ് ആണ് വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഡിസ്ചാർജ്ഡ് ഇറ്റ്സ് വാട്ടർ ഇൻ ടു ദി അറേബ്യൻ സീ? സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവേഴ്സ്, സോ അറേബ്യൻ സീയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് ഏത് റിവറാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം, കൃഷ്ണ, നർമ്മദ, ഗംഗ, മഹാനദി. സോ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം പെട്ടെന്ന് എത്താൻ പറ്റും. നർമ്മദയാണ് അറേബ്യൻ സീയിലോട്ട് ഒഴുകുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് നർമ്മദയാണ്. അടുത്തത്, ഹൂ വാസ് ദി ക്യാപ്റ്റൻ ഓഫ് ദി ഇന്ത്യൻ ഹോക്കി മെൻസ് ടീം ഇൻ ദി 1936 ബെർലിൻ ഒളിമ്പിക്സ്? സോ 1936 ബെർലിൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ധ്യാൻചന്ദ്, രൂപ് സിംഗ്, അഹമ്മദ് ഖാൻ, സയ്യിദ് ജാഫർ. നമ്മുടെ ആൻസർ ഏതാണ്? ധ്യാൻചന്ദാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ക്യാപ്റ്റൻ ഓഫ് ദി ഇന്ത്യൻ ഹോക്കി മെൻസ് ടീം എന്ന് പറയുന്നത് 1936 ബെർലിൻ ഒളിമ്പിക്സിൽ ധ്യാൻചന്ദ് ആയിരുന്നു. അടുത്തത്, പുഷ്കർ സിംഗ് ധാമി ഹു ബിക്കെയിം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇൻ മാർച്ച് 2022 ബിലോങ്സ് ടു ഡാഷ് പൊളിറ്റിക്കൽ പാർട്ടി? സോ പുഷ്കർ സിംഗ് ധാമി എന്ന് പറയുന്ന വ്യക്തി ഉത്തരാഖണ്ഡിലെ ചീഫ് മിനിസ്റ്ററാണ്. അപ്പം ഇദ്ദേഹം ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, ആൻഡ് ഓപ്ഷൻ ഡി ഭാരതീയ ജനതാ പാർട്ടി. ആൻസർ എന്താണ്? BJP. ഇറ്റ് ബിലോങ്സ് ടു BJP. നെക്സ്റ്റ് വൺ, ലൂയി ഗൈ നീ ഇസ് സെലിബ്രേറ്റഡ് ആസ് എ സീഡ് സോയിങ് ഫെസ്റ്റിവൽ ബൈ ദ പീപ്പിൾ ഓഫ്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ ശ്രദ്ധിക്കുക, ഇത് സീഡ് സോയിങ് ഫെസ്റ്റിവലാണ്, അതായത് വിത്ത് വിതയ്ക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പം ഈ ഫെസ്റ്റിവലിൽ ഏത് നാട്ടിലെ ഏത് സ്റ്റേറ്റിലെ പീപ്പിളാണ് ആഘോഷിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സിക്കിം, അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? മണിപ്പൂറാണ് ആൻസർ വരുന്നത്. അടുത്തത്, ദ ഫസ്റ്റ് 7-year പ്ലാൻസ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻക്രീസ് എക്സ്പോർട്ട്, ഇക്വിറ്റി, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ. എന്താണ് ഫസ്റ്റ് 7 5-year പ്ലാൻസ് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? സെൽഫ് റിലയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദ ഫസ്റ്റ് 7 5-year പ്ലാൻസ്, ആദ്യത്തെ 7 5-year പ്ലാൻസും ഇമ്പോർട്ടൻസ് കൊടുത്തത് സെൽഫ് റിലയൻസിനാണ്. അടുത്തത്, ഡാഷ് ആർ എ കൈൻഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഓഫ് ദ സെൽ? സോ
ഒരു സെല്ലിൻ്റെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ലൈസോസോം, മൈറ്റോകോൺട്രിയ, റൈബോസോം, വാക്യൂൾ. അപ്പം ഒരു സെല്ലിൻ്റെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ലൈസോസോമാണ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം. അടുത്തത്, അനിന്ദിത നിയോഗി അനാം ഹാസ് ബീൻ അവാർഡഡ് വിത്ത് ഡാഷ്. എന്താണ് ഇവർക്ക് അവാർഡ് ചെയ്തതെന്നാണ് ചോദ്യം. പത്മഭൂഷൺ, അഭിനന്ദൻ സരോജ നാഷണൽ അവാർഡ്, പത്മവിഭൂഷൺ, നാഷണൽ നൃത്യ ശിരോമണി. നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? നാഷണൽ നൃത്യ ശിരോമണിയാണ് അനിന്ദിത നിയോഗി അനാം എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഓൺ ഹീറ്റിംഗ് ജിപ്സം അറ്റ് ഡാഷ് ഇറ്റ് ലൂസസ് water molecules and becomes calcium sulfate hemihydrate. ഈ കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദാറ്റ് ഈസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മറ്റൊരു പേരാണ് കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. സോ ജിപ്സമിനെ എത്രയോ കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാകുന്നത്. എത്ര കെൽവിൻ ആണെന്ന ചോദ്യം. 115, 215, 373, 173. നമ്മുടെ ആൻസർ വരുന്നത് എത്രയാണ്? 373 കെൽവിൻ. അടുത്തത് നെറ്റ് എക്സ്പോർട്സ്. ഈ ഫോർമുല നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സോ നെറ്റ് എക്സ്പോർട്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പോർട്സ് മൈനസ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ടോട്ടൽ റവന്യൂ, ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇമ്പോർട്ട്സ്, ടോട്ടൽ ഇൻട്രസ്റ്റ്. എന്താണ് ടോട്ടൽ എക്സ്പോർട്സ് മൈനസ് ടോട്ടൽ ഇമ്പോർട്ട്സ് ആണ് നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷൻസ് ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ് ഈസ് നോൺ ആസ് നിച്ല നഗർ. നിച്ല നഗർ എന്നറിയപ്പെടുന്ന ഹാരപ്പൻ സിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഏത് സെക്ഷൻ ആണെന്നാണ് ചോദ്യം. ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, വെസ്റ്റേൺ, സദേൺ, നോർത്തേൺ, ഈസ്റ്റേൺ. നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഈസ്റ്റേണിനെയാണ് നിച്ല നഗർ എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ എൻ ഇൻഡിപെൻഡൻറ്റ് ഓഫീസ് ഓഫ് ദി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതായത് CAG-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർട്ടിക്കിൾ 160, 158, 148, 134. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 148. ആർട്ടിക്കിൾ 148 CAG-യുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്തത്, നെയിം ദ ഫെസിലിറ്റി അവൈലബിൾ ഫോർ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ത്രൂ ഇൻ്റർനെറ്റ്. സോ ഇൻ്റർനെറ്റിൽ സെയിൽ ആൻഡ് പർച്ചേസ് വരുന്നുണ്ടെങ്കിൽ, ആൻഡ് ഫാക്സ്. ഓക്കെ, സെയിൽ ആൻഡ് പർച്ചേസ് ആണെങ്കിൽ നമുക്കറിയാം അതിനെ നമ്മൾ എന്താ പറയുന്നത്? കോമേഴ്സ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് നോക്കുക, പോസ്റ്റൽ സർവീസ്, കോമേഴ്സ്, ടെലിവിഷൻ, ടെലിഫോൺ സർവീസ്. ഇനി അഥവാ ഉത്തരം അറിയില്ലെങ്കിൽ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ലേ? സോ കോമേഴ്സ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ്. നമ്മൾ വീണ്ടും ഒരു ചോദ്യപേപ്പറുമായിട്ട് അടുത്ത ദിവസം കാണാം.